എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈയിടെയായി പല പ്രകോപനപരമായ പ്രസ്താവനകളാണ് പാകിസ്ഥാനിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിന് പ്രധാനമായുള്ള ഒരു കാര്യം, ഇവരുടെ ഒരു ധാരണ, എന്തിനും ഏതു സാഹചര്യത്തിലും ഇവരോടൊപ്പം പാകിസ്ഥാനും തുർക്കിയും ബംഗ്ലാദേശും ഈവൻ അമേരിക്കയും ഒപ്പമുണ്ടാകും. ആ ഒരു ബലത്തിൽ ഇന്ത്യയെ ഏതെല്ലാം രീതിയിൽ ഇവർ പ്രകോപിപ്പിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അതിനെതിരായിട്ടുള്ള പ്രകോപനം നാം ചെയ്യാറില്ല. കാരണം നാം ഇവിടെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ സമാധാനവും രാജ്യത്തിൻ്റെ പുരോഗതിയുമാണ്. ഇതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രാജ്യസുരക്ഷയെ നോക്കുന്നത് എന്ന് കരുതി നാം രാജ്യസുരക്ഷയിൽ ഒട്ടും പിന്നോട്ടല്ല, നാം മുന്നോട്ട് തന്നെയാണ്. പാകിസ്ഥാൻ കരുതുന്നത്, അവർ പറയുന്നു അവർക്ക് ആയുധ പോർമുനകളുണ്ട്. എന്നാൽ ഒന്ന് ചിന്തിക്കണം, അവർ ആദ്യമായി അണുവായുധ പോർമുനകൾ ഉപയോഗിക്കാൻ ഏത് ഫിംഗറാണോ അവർ ഉപയോഗിക്കുന്നത്, ആ ഫിംഗർ ഒരു നിമിഷത്തിന് മുമ്പേ മരവിച്ചു പോകുമെന്നുള്ള, അത് മരവിപ്പിക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ചൈനയുടെ സ്വഭാവം അറിയാം, ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചൈനയെ അവർ സപ്പോർട്ട് ചെയ്തോട്ടെ, ഒപ്പം ബംഗ്ലാദേശിന് എന്താ പറ്റുക? ഡൊണാൾഡ് ട്രംപ്, നമുക്കറിയാം, രാവിലെ വൈകുന്നേരം ഓരോ മണിക്കൂർ ഓരോന്ന് മാറ്റി പറഞ്ഞ ആ രാജ്യത്തെ തന്നെ അരിഷ്ടാവത്തെ തള്ളിക്കൊണ്ട് പോണ ഒരു ട്രംപാണ്. ഒരു ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടിരുന്ന് അവിടെ ആകെ കുട്ടിക്കലാശമുണ്ടാക്കുന്നത്. സ്വസ്ഥത എന്നുള്ളത് ഈ മനുഷ്യനില്ല. മൊത്തം ക്രാക്കാണ്. ഇതിൽ കൂടുതൽ ക്രാക്ക് ഇനിയും ഉണ്ടാകും. നാം എന്താണ് പാകിസ്ഥാൻ ഇപ്പോൾ സംഭവിച്ചത്? നാം വരുത്തിയ വിനയല്ല, അതവർ തന്നെയാണ് വരുത്തി വെച്ചത്. സഹിച്ച് ഒരു പരിധിവരെ സഹിച്ചു. ജവഹർലാൽ നെഹ്റു ഒരു സാഹോദര്യത്തിൻ്റെ പേരിൽ ജലം കൊടുത്തു. ആ ജലവും കുടിച്ച് അതിൽ കൂടി ഉണ്ടാക്കിയ, കൃഷിയിൽ കൂടി ഉണ്ടാക്കിയ ചണവും ദാളും ഒക്കെ കൊഴുത്തിട്ട് അവസാനം നമുക്കിട്ട് പാര പണിയാൻ വേണ്ടി ഇങ്ങനെ വന്ന അതിൻ്റെ അവസാനം എന്നായിരുന്നു പഹൽഗാം. ഈ പഹൽഗാമിലുണ്ടാക്കിയ ആ കൊടും ക്രൂരത നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്താണ് ഗവൺമെൻറ് എടുത്ത ആക്ഷൻ? കറക്റ്റ്, അത് ചെയ്തു. ആ ജലം, ഇനി അവർക്ക് ജലം വേണ്ട. കാരണം അത് ഇന്ത്യ ഗവൺമെൻറ് എടുത്ത നിലപാട് അങ്ങേയറ്റം സൂക്ഷിക്കുന്നു. ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നു, ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ചില അറാമികളുണ്ട്. അറാമികൾ അത് മോശമെന്ന് പറയുന്നു. പക്ഷേ അവർ അറാമികളല്ല, അവരവർ ശരിക്കുള്ള മുസൽമാന്മാരല്ല. നല്ല ഒരു ഈശ്വരവിശ്വാസികളാണെങ്കിൽ ഇവർ ഇതിനെ ഹറാമായി കാണുന്നത്. നമുക്കറിയാം, ചില മാധ്യമങ്ങൾ ഒളിഞ്ഞും ഒക്കെ ഇരുന്ന് ഇവർക്ക് വെള്ളം കൊടുക്കാത്തതിനെ പറ്റി വിമർശിക്കുന്നുണ്ട്, പല വേറൊരു രീതിയിൽ. അത് വി ഡോണ്ട് കെയർ. ഇനി നമുക്ക് പറയാനുള്ളത് പാകിസ്ഥാനോടും, പ്രത്യേകിച്ച് അവിടെ ഒരു ചെറുപ്പക്കാരൻ പയ്യനുണ്ട്, ഒരു ബിലാവൽ ഭൂട്ടോ, ആ ബനസീറിൻ്റെ മകൻ. അവൻ മനസ്സിലാക്കുന്നില്ല, സ്വന്തം മാതാവിനെയും സ്വന്തം മുത്തച്ഛനെയും തൂക്കിലേക്ക് കൊല്ലുകയും ചെയ്ത ആ വൃത്തികെട്ട ഭരണകൂടത്തിന് അവൻ സപ്പോർട്ട് ചെയ്ത് ഇന്ത്യയെ വിമർശിക്കുന്നു, ഇന്ത്യയെ മോശമായ രീതിയിൽ വിമർശിക്കുന്നു. അവനൊന്നും മനസ്സിലാക്കുന്നില്ല, ഇവൻ്റെ അമ്മ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്, അവൻ്റെ മുത്തച്ഛൻ എങ്ങനെയാണ്, ആരാണ് കൊന്ന പട്ടാളക്കാർക്ക് വേണ്ടി അവനിപ്പോൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇവൻ്റെ അവസാനം എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. യാതൊരു ഇതുമില്ല. പാകിസ്ഥാൻ അവിടെ ജനങ്ങളെ സമാധാനത്തിൽ ജീവിക്കാനല്ല അനുവദിക്കുന്നത്, അവിടെ തീവ്രവാദം വളർത്തുകയും ആണവ കുന്തമുണ്ടെന്ന് പറഞ്ഞ് മറ്റു ഗൾഫ് നാടുകളിൽ പോയി അവിടെ തെണ്ടിത്തിരിഞ്ഞ് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അത് തീവ്രവാദികൾക്കും കൊടുത്ത് ഈ പട്ടാള മേധാവികളും പങ്കിട്ടെടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അവിടെ നടക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, നാം വിചാരിച്ചാൽ നമുക്ക് കഷ്ടിച്ചൊരു 30 മിനിറ്റ്സ് പോലും വേണ്ട. വിത്തിൻ 30 മിനിറ്റ്സ് POK എന്ന് പറഞ്ഞ ആ ഒരു
നമ്മുടെ ഇന്ത്യൻ ഭൂപ്രദേശം നമ്മുടെ ഉള്ളിലാക്കിയെടുക്കാം. എന്നാൽ ഗവൺമെൻറ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് നല്ലതാണ്. നമുക്കിപ്പോൾ അതിനു വേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്തി നമുക്ക് പിടിക്കുക വേണ്ട. അത് അവസാനം അവിടുത്തെ ജനങ്ങൾ POKയിൽ വസിക്കുന്ന ജനങ്ങൾ തന്നെ അവസാനം അവർ പാകിസ്ഥാൻ ഉപേക്ഷിച്ച് മൊത്തം അവർ ഇന്ത്യയോട് വന്ന് ചേർന്നുകൊള്ളും. അതിനുള്ള സമയം നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നാൽ അത് അധികം നാൾ നീണ്ടു നിൽക്കേണ്ട, വളരെ വൈകാതെ തന്നെ അതിൻ്റെ അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാകും. ആ POKയും ആ ജനങ്ങളും ഇന്ത്യയോടൊപ്പം ചേർന്ന് കഴിയും. അത് യാതൊരു ഡൗട്ടില്ല. അതിൻ്റെ പല സൂചനകളും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ ഏറ്റവും അതിപ്രധാനമായി മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഏറ്റവും കൂടുതൽ നാം നോക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും നമ്മുടെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ്. അത് കഴിഞ്ഞാലാണ് നാം നമ്മുടെ ഡിഫൻസ്, നമ്മുടെ പ്രതിരോധ കാര്യങ്ങൾ നോക്കുന്നത്. ഈശ്വര സഹായം കൊണ്ട് നമ്മൾ പ്രതിരോധത്തിന് ഒന്നും പിന്നോക്കമല്ല. എന്താണ് പാകിസ്ഥാൻ നമുക്കറിയാം. ഞാൻ ഒരു പട്ടാളക്കാരനാണ്. ഞാനും ഈ പാകിസ്ഥാനെതിരായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവരുടെ കഴിവ് എന്താണെന്ന് അറിയാം, അവരെന്ത് രീതിയിൽ പ്രതികരിക്കും നമുക്കറിയാം. എന്നാൽ യാതൊന്നുമില്ല. അതായത് അവർ ഈ തീവ്രവാദികളല്ലാതെ, തീവ്രവാദം എന്നവർ കൈവിടുന്നോ അന്ന് മാത്രമേ പാകിസ്ഥാനിൽ സമാധാനം ഉണ്ടാവൂ. പാവം, ഞാൻ പാകിസ്ഥാനിലുള്ള എല്ലാ ജനങ്ങളെയും കുറ്റം പറയുന്നില്ല. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ 75% തീവ്രവാദികളും വെറും എന്താ പറയുക, മോശമായ ചിന്താഗതിയുള്ള ഒരു 25% നല്ല മനുഷ്യരുണ്ട്, നല്ല മുസ്ലിംസുണ്ട്. പക്ഷെ അവർക്ക് പുറത്തൊന്നും പറയാൻ പറ്റില്ല. അവരെന്തെങ്കിലും ശബ്ദം ഉയർത്താൽ അവരെ കൊന്നുകളയും. അതാണ് അവിടുത്തെ സംവിധാനം. അതുകൊണ്ട് നാം ഇന്ത്യൻസ് നാം എപ്പോഴും കരുതിയിരിക്കണം, ഏത് സമയത്തും നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ മേൽ ഒരു അറ്റാക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും അവരതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നു. അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഈ പല അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററും ഈ ബിലാവൽ ഭൂട്ടോ, ആ ബനസീറിൻ്റെ മോളും മകനും ഒക്കെ കാട്ടിക്കൂട്ടുന്ന ചില വടികൾ, ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് ചിരി തോന്നുന്നു. ബാലിശമായ പ്രഖ്യാപനങ്ങളാണ്. അതുകൊണ്ട് പാകിസ്ഥാനോടും പാകിസ്ഥാൻ ഗവൺമെൻറ്റിനോടും ഒന്ന് പറയുന്നു, നിങ്ങൾ കളിക്കുന്നത് മോശമായ ഒരു കളിയാണ്. ദയവ് ചെയ്ത് ഇന്ത്യയോട് നിങ്ങൾ പിണങ്ങാൻ വരരുത്. നിങ്ങൾ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടിയും അതിൻ്റെ ഫലവും ഭയാനകമായിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഇങ്ങനൊരു ചിന്താഗതി ഉണ്ടാകില്ല. പിന്നുണ്ടാകുന്ന ഒരു പുതിയ തലമുറ പാകിസ്ഥാനുണ്ടാകും. ആ തലമുറ ഇന്ത്യൻ ജനതയുമായി നല്ല ഏകോപനത്തിൽ ജീവിക്കും. കാരണം ഇപ്പോൾ കീടങ്ങൾ നശിക്കേണ്ട ഒരു ആവശ്യമാണ്. കീടങ്ങൾ നശിച്ചിരിക്കണം. കാരണം ഇവനൊക്കെ ഈ കീടങ്ങളാണ് തുർക്കിയിൽ അവിടെ പോയി കുറേ ആയുധവും വാങ്ങി, പാകിസ്ഥാൻ്റെ ആയുധവും വാങ്ങി, ട്രംപിൻ്റെ സപ്പോർട്ടും വാങ്ങി ഇന്ത്യയെ തകർക്കാമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് വളരെ വളരെ മോശമാണ്. കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ജനത്തോട് ഇഷ്ടമുണ്ടെങ്കിൽ, ജനങ്ങളുടെ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അവരെ യുദ്ധക്കെടുതികൾ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ മുനീറിനോട് പറയുന്നു. മുനീർ ചെയ്യരുത്. പിന്നെ അവിടെ ഒരു ഗവൺമെൻറ് നവാസ് ഷെരീഫ് നത്തിങ്, ഒരുമാതിരി ഒരു തോന്നിവാസം എവിടെ ഇങ്ങനെ തെണ്ടാൻ നടക്കുന്ന ഒരു മന്ത്രിയാണ്. ഒരു മന്ത്രിയല്ല, ഒരു പ്രധാനമന്ത്രിയല്ല. സ്വന്തം നാടിനെയും ജനങ്ങളെയും മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ വിഡ്ഢികളാക്കി, വിഡിവേഷം കെട്ടി അവരുടെ പേരും പറഞ്ഞ് ബിഷപ്പാത്രമായിട്ട് നടക്കുകയാണ്. ഒപ്പം ഇവർ വിചാരിക്കും ഇപ്പോൾ സൗദി അറേബ്യയും തുർക്കിയും ആയുള്ള ഒരു ആയുധ എന്താ പറയുക, സൈനിക ഉടമ്പടി ഉണ്ടാക്കി അവരെല്ലാം വന്നിവിടെ അത് ചെയ്യും. സോറി, സൗദിയെക്കുറിച്ച് അറിയില്ല, തുർക്കിയെക്കുറിച്ച് അറിയില്ല. ഈ മണ്ടൂസുകൾ അവർ തീവ്രവാദ അത്ര അപ്പോഴ്സ് ഈ സൗദി തീവ്രവാദത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അവർക്കും കുറച്ച് കുറച്ച് മാനുഷികതയൊക്കെ ഉള്ളവരാണ്. മറിച്ച് എർദോവൻ അതല്ല, പക്ക തീവ്രവാദിയാണ്. ആ തീവ്രവാദ സ്വഭാവമാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, നാം എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. ഏത് സമയത്തും നമുക്കൊരു അറ്റാക്ക് പാകിസ്ഥാനിൽ നിന്ന് പ്രതീക്ഷിക്കാം.
അത് തൻ്റെ ഇടത്തോടുകൂടി നമുക്കത് നേരിടാനും പറ്റും, പരാജയപ്പെടുത്താനും സാധിക്കും, നമ്മൾ ജയിക്കുകയും ചെയ്യും. കാരണം നമ്മൾ ഹിംസ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ അഹിംസ ആഗ്രഹിക്കുന്നവരാണ്. അത് നമ്മുടെ പാരമ്പര്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ പാരമ്പര്യം വലിയൊരു പാരമ്പര്യം, ലോകത്തിലെ എല്ലാവർക്കും മാതൃകാപരമായ ഒരു പാരമ്പര്യമാണ്, ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. എന്തായിരുന്നാലും പാകിസ്ഥാൻ്റെ ഏത് വെല്ലുവിളിയും നമുക്ക് ഏറ്റെടുക്കാം. അതിന് നമ്മളും നമ്മുടെ ഡിഫൻസും എല്ലാം സജ്ജരാണ്. സന്തോഷമായിരിക്കാം, ഏതിനെയും നമുക്ക് അതിജീവിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.